ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഫ്ലവേഴ്സും 24ഉം സംയുക്തമായി സംഘടിപ്പിക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന് ഇനി മണിക്കൂറുകൾ മാത്രം. ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വ്യവസായ മന്ത്രി പി രാജീവ് രാത്രി 9-ന് പിങ്ക് മിഡ് നൈറ്റ് റൺ ഫ്ലാഗ് ഓഫ് ചെയ്യും. ഫ്ലവേഴ്സ് MD-യും 24 ചീഫ് എഡിറ്ററുമായ ആർ ശ്രീകണ്ഠൻ നായർ, എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ്, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ S ശ്യാം സുന്ദർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാകും ഫ്ലാഗ് ഓഫ്. ആൻമരിയ സണ്ണി, കീർത്തന കേശവൻ, വീണ സനു എന്നിവർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആദ്യം ആൻമരിയിലേക്കാണ്. പിങ്ക് മിഡ് നൈറ്റ് റണ്ണിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടോ? തയ്യാറെടുപ്പുകൾ എവിടെ വരെ? ഗോകുൽ, എല്ലാ ഒരുക്കങ്ങളും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനി ഏതാനും ചില മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന് വേണ്ടിയിട്ട് ഫ്ലവേഴ്സും 24ഉം സംയുക്തമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ പിങ്ക് മിഡ് നൈറ്റ് റൺ വനിതകളെ അവരുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഈ ഒരു രാത്രി മാത്രമല്ല, എല്ലാ രാത്രികളും എല്ലാ ദിവസവും അവർക്കും ഒരുപോലെ തന്നെ അവകാശപ്പെട്ടതാണ് എന്ന് തെളിയിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പിങ്ക് മിഡ് നൈറ്റ് റൺ തയ്യാറാക്കിയിരിക്കുന്നത്. 9 മണിക്ക് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഫ്ലാഗ് ഓഫ് ചെയ്യും. ഫ്ലവേഴ്സ് MD-യും 24 ചീഫ് എഡിറ്ററുമായ ആർ ശ്രീകണ്ഠൻ നായർ, എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ്, എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ S ശ്യാം സുന്ദർ തുടങ്ങി നിരവധി തടക്കിലുള്ള ആളുകളാണ് ഇവിടെ എത്തിച്ചേരാനിരിക്കുന്നത്. 9 മണിക്ക് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചതിനു ശേഷം ഈ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് പിന്നീട് മഹാരാജാസിലൂടെ ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് ഇവിടേക്ക് എത്തിച്ചേരുക, ഈ ദർബാർ ഹാളിലേക്ക് എത്തിച്ചേരുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 കിലോമീറ്റർ ദൂരത്തേക്കാണ് ഇവർ ഈ പിങ്ക് മിഡ് നൈറ്റ് റണ്ണുമായി പോകുന്നത്. 2 വിഭാഗങ്ങളിലായിട്ടാണ് ഇത് നടക്കുക. 15 മുതൽ 30 വയസ്സ് വരെയുള്ളത്, 30 വയസ്സിന് ശേഷമുള്ള ഈ രീതിയിലായിരിക്കും പിങ്ക് മിഡ് നൈറ്റ് റൺ നടക്കുക. എന്തായാലും ഒരുക്കങ്ങളെല്ലാം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. കീർത്തന കേശവൻ കൂടി ചേരുന്നുണ്ട്. കീർത്തന, എങ്ങനെയാണ് ഈ മിഡ് നൈറ്റ് റൺ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്? അതിന്റെ റൂട്ട്, അതിന്റെ സജ്ജീകരണങ്ങൾ എങ്ങനെ? എന്തായാലും ഗൂഗിൾ ആൻമരിയെ സൂചിപ്പിച്ച പോലെ എല്ലാ ഒരുക്കങ്ങളും അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ മത്സരാർത്ഥികൾക്കായി അതിന്റെ റൂട്ട് മാപ്പ്, ഒപ്പം അവർ പാലിക്കേണ്ട കുറച്ച് നിബന്ധനകൾ അതുകൂടി ഇപ്പോൾ നമ്മൾ പറയാം. ഇപ്പോൾ ഞാൻ ധരിച്ചിരിക്കുന്ന പോലെ ഒരു ജേഴ്സി അവർക്ക് ഇവിടുന്ന് നൽകിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ അവിടെ പുരോഗമിക്കുകയാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് 2.5 കിലോമീറ്റർ കഴിഞ്ഞ് ഹൈക്കോടതി ജംഗ്ഷൻ വഴി തിരികെ ഈ ദർബാർ ഹാൾ ഗ്രൗണ്ടിലേക്ക് അവർ എത്തിച്ചേരണം. ഒപ്പം ഇവർ പോകുന്ന വഴികളിലെല്ലാം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് ഒരു പിങ്ക് റിസ്റ്റ് ബാൻഡ് നൽകും. അത് ഈ ഹൈക്കോടതി ജംഗ്ഷൻ 2.5 കിലോമീറ്റർ കഴിയുമ്പോൾ അവിടുന്ന് മാറി അത് പച്ച റിസ്റ്റ് ബാൻഡ് ആക്കി മാറ്റണം. ഈ 2 ബാൻഡുകളും ഇവർ തിരികെ എത്തുമ്പോൾ അവരുടെ കയ്യിലുണ്ടാവണം. അല്ലാത്ത പക്ഷം അവരെ ഈ പിങ്ക് മിഡ് നൈറ്റ് റണ്ണിൽ നിന്നും അയോഗ്യരാക്കും. ഒപ്പം ഇവർക്ക് വേണ്ട എല്ലാ അടിയന്തര സഹായവും അടിയന്തര വൈദ്യസഹായവും നമ്മൾ പോകുന്ന എല്ലാ റൂട്ടിലും ഒരുക്കിയിട്ടുണ്ട്. മത്സരാർത്ഥികൾ അറിയാൻ വേണ്ടി പറയുകയാണ്. അവർക്ക് വേണ്ട എനർജി ഡ്രിങ്ക്സ്, അത്യാവശ്യം ഹൈഡ്രേഷൻ പോയിന്റ്സ് നമ്മൾ ഓരോ സ്റ്റോപ്പുകളിലും നമ്മൾ അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ മത്സരാർത്ഥികൾക്ക് ഈ പിങ്ക് മിഡ് നൈറ്റിന് എത്തുന്ന ഒരു ആൾക്കും അനുഭവപ്പെടാൻ പാടില്ല. അത്തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളുമാണ് 24ഉം ഫ്ലവേഴ്സും ചേർന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഗോകുൽ, ശരി കീർത്തന. ഇനി വീണ സനുവിലേക്കാണ്. വീണ, ഒരുക്കങ്ങൾ, ഒപ്പം വലിയ ആൾക്കൂട്ടം അവിടെ ദൃശ്യമാകുന്നുണ്ട്. ഇപ്പോൾ തന്നെ രജിസ്ട്രേഷനൊക്കെ ആളുകൾ ധാരാളമായി എത്തുന്നുണ്ടോ? ഗോകുൽ, വനിതാ ദിനത്തോടനുബന്ധിച്ച് 24ഉം ഫ്ലവേഴ്സും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള പിങ്ക് മിഡ് നൈറ്റ് റൺ അതിന്റെ അവസാന ഘട്ട ഒരുക്കങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇരുട്ടാകും തോറും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാവുന്നതാണ്, വലിയൊരു ജനപങ്കാളിത്തം തന്നെയാണ് ഇവിടെ ഉണ്ടാവുന്നത്. 1500-ലധികം ആളുകൾ ഇതിനോടകം തന്നെ ഈ പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ഇത്തവണ മിഡ് നൈറ്റ് റൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ രാത്രി 9 മണിക്ക് വ്യവസായ മന്ത്രി പി രാജീവ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതോടുകൂടി ഇത്തവണത്തെ മിഡ് നൈറ്റ് റൺ തുടക്കമാവുകയാണ്. 2 കാറ്റഗറികളിലായിട്ടാണ് ഇത്തവണ മിഡ് നൈറ്റ് റൺ ഒരുക്കിയിട്ടുള്ളത്. അതായത് 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കും ഒപ്പം 30 വയസ്സിന് മുകളിലുള്ളവർക്കുമായി 2 കാറ്റഗറികളായിട്ടാണ് ഇത്തവണ മിഡ് നൈറ്റ് റൺ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ വിജയികളെ കാത്തിരിക്കുന്നത് ഇവിടെ ആകർഷകമായ സമ്മാനങ്ങളുമാണ്. ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തിൽ 1500-ലധികം വനിതകളാണ് ഇത്തവണ പങ്കെടുക്കാൻ ഒരുങ്ങുന്നത്. ഇരുട്ടാകും തോറും ധാരാളം വനിതകൾ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഒരുപാട് സ്ത്രീകൾ ഇതിനോടകം തന്നെ ഈ ദർബാർ ഹാൾ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പെൺകരുത്തിന്റെ പ്രാധാന്യവും സ്ത്രീ സമത്വവും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്നതിനായി പലതരം പരിപാടികൾ നടക്കാറുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഈ ലോകമെമ്പാടും ഏതായാലും ആവേശകരമായി പിങ്ക് മിഡ് നൈറ്റ് റൺ ഏറ്റെടുക്കുകയാണ് കൊച്ചി. വലിയ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ കൗണ്ടറുകളിൽ സ്ത്രീകളുടെ ഒഴുക്കുണ്ട്. ഏതായാലും ഈ രാത്രി ആഘോഷമാക്കുകയാണ്. ആവേശത്തോടുകൂടി മിഡ് നൈറ്റ് റണ്ണിന്റെ ഭാഗമാകാൻ ആയിരങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ നിലയിലാണ് ഇപ്പോഴത്തെ തന്നെ പ്രതികരണം. ഏതായാലും 9 മണിക്കാണ് 24 ഫ്ലവേഴ്സ് ചേർന്നൊരുക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് റൺ.